യെസ്, പ്രേക്ഷകർ ഇപ്പോൾ ഈ സെറ്റിൽ കാണുന്നത് ഒരു അഗ്നിപർവ്വതത്തിന്റെ പ്രതീകാത്മകമായ ചിത്രമാണ്, വിഷ്വൽസാണ് കാണുന്നത്. നോക്കൂ, വോൾക്കാന നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ച് കേട്ടിട്ടുള്ള അറിയാവുന്ന വോൾക്കാന, ആ വോൾക്കാനെ പറ്റിയാണ് ഇന്ന് ഇടീക്കോട് സമഗ്രമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. അത്രയും ഭയാനകമാണ് വോൾക്കാന എന്നുള്ളതിൻ്റെ ഒരു ദിവസം, അതിന് നേർചിത്രമായിരുന്നു ഈ ദിവസം നമ്മൾ അറിഞ്ഞ വാർത്തകൾ. അതായത് 12,000 വർഷത്തിനിടെ ആദ്യമായിട്ട് എത്യോപ്യൻ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ഹെയ്ലി ഗൂബ്ലി അഗ്നിപർവ്വതമാണ് 12,000 വർഷത്തിന് ശേഷം പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പുകയും ചാരമേഘങ്ങളുമെല്ലാം ഇന്ത്യയിലും യമനിലും ഒമാനിലും പാകിസ്ഥാനിലും എന്നിവിടങ്ങളിലേക്കൊക്കെ നീങ്ങിയതോടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ നിന്നുള്ള ചാരനിറത്തിലുള്ള മേഘങ്ങൾ വിമാന സർവീസുകളെ ബാധിക്കുന്നുവെന്നും ഇത്തരം പ്രദേശങ്ങളിൽ സർവീസ് ഒഴിവാക്കണമെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യ, ആകാശ് എയർ, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ഇന്ന് ഈ സർവീസുകളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. നിരവധി സർവീസുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് ഈ ഹെയ്ലി ഗുബ്ലി അഗ്നിപർവ്വതം എന്നാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് പരിശോധിക്കാം. ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് എത്യോപ്യയിലെ അഫാർ മേഖലയിലെ എയർടൈൽ റേഞ്ചിലുള്ള ഒരു ഷീൽഡ് അഗ്നിപർവ്വതമാണ് ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. ഈ പൊട്ടിത്തെറിയുടെ ഫലമായി പുകപടലങ്ങൾ 10 മുതൽ 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതായത് കിലോമീറ്റർ ദൈർഘ്യമാണ് ഞാൻ ഈ പറയുന്നത്, മീറ്റർ അല്ല. 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണെന്ന്. അതായത് ചെങ്കടലിന് കുറുകെ അറബ് രാജ്യങ്ങളിലേക്ക് ഈ പുക വ്യാപിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യോമയാന ഗതാഗതത്തെ കാര്യമായി ബാധിച്ചുവെന്നും അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായി തന്നെ നോക്കാം എന്താണ് വോൾഗാനിക് ആഷ് എന്നുള്ളത്. അതായത് വോൾഗാനിക് ആഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് അത് പുക എന്നാണ് അതിനെ പറയേണ്ടത്. അതായത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറംതള്ളപ്പെടുന്ന 2 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള വളരെ ചെറിയ കണികകളെയാണ് വോൾഗാനിക് ആഷ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീട്ടിലൊക്കെ പേപ്പറൊക്കെ കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കണികകളില്ലേ, അതിനെയാണ് വോൾഗാനിക് ആഷ് എന്ന് പറയപ്പെടുന്നത്, അഥവാ അഗ്നിപർവ്വത ചാരം എന്ന് വിളിക്കുന്നത്. ഇത് പേപ്പർ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മൃദുവായ ചാരം പോലെയല്ല, മറിച്ച് കടുപ്പമേറിയതും പരുക്കനുമായ ഒന്നാണ്. പ്രധാനമായും പൊട്ടിപ്പൊറിഞ്ഞ ധാതുക്കളും ചേർന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഗ്രാഫിക്സിലൂടെ നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് വോൾഗാനിക് ഗ്ലാസ്, അതായത് സിൽക്കിയുടെ അംശമുള്ള ഉരുകിയ പാറ തണുത്തുറഞ്ഞുണ്ടാകുന്ന മൂർച്ചയുള്ള ചെറിയ ഈ കഷ്ണങ്ങളെയാണ് ഇതിന് പറയപ്പെടുന്നത്. മറ്റൊന്നാണ് പാറ കഷ്ണങ്ങൾ, അതായത് ഈ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്ന പാറ കഷ്ണങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ധാതുക്കളാണ്, ഇത് മിനറൽസ്, വിവിധ തരം മിനറൽസ് ഉണ്ട്. പിന്നെ വാതകങ്ങൾ ഇതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നുണ്ട്. അതായത് സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള വിഷവാതകങ്ങളും ഇതിനൊപ്പം പറ്റിപ്പിടിക്കാം. അതായത് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ ആ പുകപടലങ്ങളിൽ സൾഫർ ഡയോക്സൈഡ് അടക്കമുള്ള വാതകങ്ങളും പറ്റിപ്പിടിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 4 രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയായിട്ടുള്ളത്. അതായത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇന്ത്യ, യമൻ, ഒമാൻ, ഒപ്പം തന്നെ പാകിസ്ഥാൻ, അങ്ങനെ 4 രാജ്യങ്ങളിലുണ്ട്. ചൈനയും ഉണ്ട് എന്ന് പറയുന്നു, അതിൽ വ്യക്തത വന്നിട്ടില്ല. വിമാന ഗതാഗതത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എത്യോപ്യയിലാണല്ലോ ഇത് പൊട്ടിത്തെറിച്ചത്, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ വ്യോമപാതയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെയും GCCയുടെയും വ്യോമപാതകളിൽ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് വിമാന എഞ്ചിനുകൾക്കുള്ളിൽ ഉയർന്ന താപനിലയിൽ ഈ ചാരത്തിലെ ഗ്ലാസ് അംശങ്ങൾ, അതായത് സ്ഫടിക അംശങ്ങൾ ഉരുകുകയും പിന്നീട് എഞ്ചിൻ്റെ തണുത്ത ഭാഗങ്ങളിലെത്തി ഈ ഗ്ലാസുകൾ ഉറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെ ഭീതിപ്പെടുത്തുന്നത്. ഇത് വായു സഞ്ചാരം തടസ്സപ്പെടുത്തുകയും എഞ്ചിൻ പ്രവർത്തനരഹിതമാകാൻ, അതായത് എഞ്ചിൻ ഫെയിലിയർ വരാൻ കാരണമാവുകയും ചെയ്യും. ഇത് പൈലറ്റുമാരുടെ കാഴ്ചയെ, അതായത് വിസിബിലിറ്റിയെ കാര്യമായി തന്നെ ബാധിക്കും. വിമാനത്തിൻ്റെ വേഗത കുറയും. ഉയരമളക്കുന്ന
പൈലറ്റ് ട്യൂബ്സ് ഈ ചാരം അടിഞ്ഞുകൂടി തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. വിൻഷീൽഡിൽ കേടുപാടുകൾ വരും. ചാരത്തിൽ പരുക്കൻ സ്വഭാവമുള്ളതിനാൽ വിമാനത്തിന്റെ മുൻവശത്തെ ചില്ലുകളിൽ, അതായത് വിൻഷീൽഡിൽ ഉരഞ്ഞ് അവ്യക്തത വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് ശ്വാസകോശ പ്രശ്നങ്ങൾ, ബ്രോങ്കറ്റീസ്, ചുമ, കണ്ണിൽ പോറലുകൾ, ചുമപ്പ്, ചൊറിച്ചിൽ എല്ലാം ഉണ്ടാകും. ഇത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് മനുഷ്യ ശരീരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശ്വാസകോശ പ്രശ്നങ്ങൾ, ആസ്മ, ബ്രോങ്കറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത് ശ്വസിക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ചാരത്തിലെ തരികൾ കണ്ണിൽ പോറലുകൾ ഉണ്ടാക്കാനും ചുമപ്പ്, ചൊറിച്ചിൽ എന്നിവയ്ക്കും കാരണമാകും. കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ചുരുക്കത്തിൽ ഇത് കേവലം പുകയല്ല, മറിച്ച് വായുവിൽ തങ്ങി നിൽക്കുന്ന കല്ലിന്റെയും സ്ഫടികത്തിന്റെയും പൊടിയാണ്. അതുകൊണ്ടാണ് വിമാനങ്ങൾക്കും മനുഷ്യർക്കും ഇത് ഒരേപോലെ ഭീഷണിയാകുന്നത്. ഇന്ന് ഉത്തരേന്ത്യയിൽ ഈ പുക നിറഞ്ഞിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് അത് പോയി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ചാരനിറത്തിലുള്ള മേഘങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പ്രവേശിച്ചതായി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചാരനിറത്തിലുള്ള മേഘം ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ വശത്ത് പ്രവേശിച്ച് രാജസ്ഥാൻ, വടക്ക് പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്ക് നീങ്ങി പിന്നീട് അത് ഹിമാലയത്തിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും നീങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നമുക്ക് സജു തോമസ് ഡൽഹിയിൽ നിന്നും ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. സജു, ഇന്ത്യയുടെ വ്യോമ മേഖലയിൽ വലിയ തരത്തിൽ ഇത് കാര്യമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. പിന്നീട് അത് പരിഹരിച്ചു എന്ന് പറഞ്ഞു. ചില സർവീസുകളൊക്കെ റദ്ദാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? 12,000 വർഷങ്ങൾക്കിടെ ഇത് ആദ്യമായാണ് എത്യോപ്യയിലെ ഹെയ്ലി ഗുബി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ ഇപ്പോൾ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വലിയ തോതിൽ പ്രശ്ന സങ്കീർണമായിരിക്കുന്നത്. വിമാന സഞ്ചാര പാതയിലേക്കാണ് ഈ പുകപടലങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, UAE, ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇപ്പോൾ ഭാഗികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നുള്ള 7 വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. പ്രത്യേകിച്ച് ജിദ്ദ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇന്നലെ നിർത്തിവെച്ചതെങ്കിൽ ഇന്ന് 4 വിമാന സർവീസുകളാണ് നിർത്തിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുകപടലങ്ങളോടൊപ്പം തന്നെ സൾഫർ ഡയോക്സൈഡിന്റെ അംശമുള്ളത് വിമാനങ്ങളുടെ എഞ്ചിനിലേക്ക് കടക്കുന്നത് മൂലം വിമാനത്തിന് എഞ്ചിൻ തകരാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിമാന കമ്പനികൾക്ക് DGCA കർശന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. 2 ആഴ്ച കൂടി അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള പുകപടലം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഭൗമശാസ്ത്രജ്ഞരൊക്കെയും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് മുകളിൽ എത്തിയിരിക്കുന്ന ഈ പുകപടലങ്ങൾ രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ മധ്യപ്രദേശ്, ഡൽഹി, അതോടൊപ്പം ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിപ്പോൾ ചൈനയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പുകപടലങ്ങൾ ഇന്ത്യയിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് 4000 കിലോമീറ്റർ താണ്ടിയാണ് ഈ പുകപടലം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ചൈന വഴിയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇതിന്റെ സഞ്ചാരപാത പോയിരിക്കുന്നത്. ഏകദേശം 25,000 കിലോമീറ്റർ മുതൽ 45,000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു ദൈർഘ്യമുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളെ തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ്. മണിക്കൂറിൽ 120 മുതൽ 140 വരെ കിലോമീറ്റർ വേഗതയിലാണ് ഈ പുകപടലങ്ങൾ സഞ്ചരിക്കുന്നത്. കൊണ്ട് തന്നെ വിമാന സർവീസുകൾക്ക് വളരെ ദോഷകരമായ രീതിയിലാണ് വിമാന സർവീസുകളുടെ സഞ്ചാര പാതയിലാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് എയർ ഇന്ത്യ, അതുപോലെ ആകാശ, ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികളാണ് പ്രധാനമായിട്ടും വിമാനങ്ങൾ ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ 4 വിമാനങ്ങൾ, അതായത് ഈ മേഖലകളിലൂടെ പറന്ന 4 വിമാനങ്ങൾ താഴെ ഇറക്കി അടിയന്തരമായിട്ടൊക്കെയും സുരക്ഷാ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എഞ്ചിനുകളിൽ ഈ സൾഫർ ഡയോക്സൈഡിന്റെ അംശം എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് സൾഫർ ഡയോക്സൈഡിന്റെ അംശം എത്തുകയാണെങ്കിൽ അത് വിമാനങ്ങൾക്ക് വളരെ കാര്യമായി തന്നെ കേടുപാട് ഉണ്ടാക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 വിമാനങ്ങൾ ഇന്നിപ്പോൾ ഡൽഹി, മുംബൈ, അബുദാബി, അതോടൊപ്പം തന്നെ ഡൽഹി, അതുപോലെ ചെന്നൈ അടക്കമുള്ള വിമാന സർവീസുകൾ താഴെ ഇറക്കിയപ്പോൾ പരിശോധന പൂർത്തീകരിച്ചിരിക്കുന്നത്.
എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇനി എന്തായാലും എയർ ഇന്ത്യ പുറത്തു വിടേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്താരാഷ്ട്ര വിമാന സർവീസുകളെ കാര്യമായി തന്നെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തുടരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് UAE വഴി പോകുന്ന അല്ലെങ്കിൽ UAEയിലേക്ക് പോകുന്ന വിമാന സർവീസുകളുടെ പാതയിലാണ് പ്രധാനമായിട്ടും ഈ പുകപടലങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. വലിയ തോതിലുള്ള പുകപടലങ്ങൾ കാഴ്ച പരിധി മങ്ങുന്നതിനാൽ തന്നെ കോക്പിറ്റിൽ നിന്ന് പൈലറ്റിന് അതായത് ദീർഘദൃഷ്ടി കാണാനുള്ള അല്ലെങ്കിൽ ദൂരദൃഷ്ടി കുറയുന്നത് കൊണ്ട് തന്നെ വിമാന സർവീസുകൾ പൂർണ്ണ തോതിൽ തന്നെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ചില സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജിദ്ദയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിയത് കൊണ്ട് തന്നെ ഉംറ തീർത്ഥാടകരെ കാര്യമായി തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കണ്ണൂരിൽ നിന്നും പ്രധാനമായിട്ടും ഒരു വിമാനം ജിദ്ദയിലേക്കുള്ള ഒരു വിമാനം എത്തുകയും ഈ വിമാനം അടിയന്തരമായും അഹമ്മദാബാദിൽ ഇറക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് മറ്റു വിമാനങ്ങളും അടിയന്തരമായി താഴെ ഇറക്കുന്നത്. പ്രത്യേകിച്ച് വിമാനങ്ങളുടെ എഞ്ചിനുകളിലേക്ക് ഈ പുകപടലങ്ങൾ കടക്കുന്നത് മൂലം എഞ്ചിൻ തകരാറുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നോട്ടം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് വിമാന കമ്പനികൾ അല്ലെങ്കിൽ പൈലറ്റുമാർക്ക് വലിയ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഒപ്പം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെയും വ്യോമയാന മന്ത്രാലയം നൽകുമ്പോഴും സാധാരണക്കാരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം ഈ ഘട്ടത്തിൽ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലമുണ്ട്. അത് വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. വ്യോമയാന മന്ത്രാലയത്തിലൊക്കെ വലിയ തരത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്.